ഹായ് ഹലോ നമസ്കാരം. അമദാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു മുട്ട ഗ്രേവി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലേക്ക് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. പിന്നെ 2 വലിയ സവാളയും 4 വലിയ തക്കാളിയും വെറുതെ മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് തരിതരിപ്പായിട്ട് അരച്ച പേസ്റ്റാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഈ സവാളയിലും തക്കാളിയിലുമുള്ള ഈർപ്പെല്ലാം മാറി കിട്ടണം. നന്നായിട്ട് വഴണ്ട് എണ്ണ തെളിഞ്ഞു വരണം. അതുവരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് വെള്ളം വറ്റി വരുന്നുണ്ട്. ആദ്യം ഇത് തെറിക്കും, അതുകൊണ്ടാണ് അടപ്പ് വെച്ച് കൊടുക്കുന്നത്. ഇനി അടപ്പിൻ്റെ ആവശ്യമില്ല. തുറന്നു വെച്ചിട്ട് തന്നെ നമുക്കിതുപോലെ ഇളക്കിയെടുത്തിട്ട് നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കാം. കണ്ടോ, നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ച ചുവ പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തീ ഒരു മീഡിയം ടു ലോ വെച്ച് കൊടുക്കാം. ഈ ഗ്രേവിയുടെ കൂട്ട് നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. നന്നായിട്ട് പച്ച ചുവയൊക്കെ മാറട്ടെ. അതിനുശേഷം നമുക്ക് ഇതിൽ കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ തന്നെ വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടിയാണത്, അതും കൂടി ചേർക്കാം. 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് പിരിയമുളകും സാദാ മുളകും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ. ഇതെല്ലാം ഞാൻ വീട്ടിൽ പൊടിച്ച പൊടികളാണേ. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ ഒന്ന് പച്ചച്ചുവ മാറണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇനി നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം ചേർക്കുകയാണ്. ഒരു 1.5 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ്. നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് സോയയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു 2.5 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെയും കൂടെ പച്ചച്ചുവ ഒന്ന് മാറണം. മസാല എല്ലാം കൂടി അതിൻ്റെ കൂടെ ഒന്ന് മിക്സായി വരണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചൂടുള്ള വെള്ളം ഒരു 1.5 ഗ്ലാസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് അത്രയ്ക്കുള്ള ഗ്രേവി തിക്നെസ് വേണം, അതുകൊണ്ടാണ് ചേർക്കുന്നത്. ഇത് അവരവർക്ക് ആവശ്യമുള്ളതുപോലെ എത്രയാണോ തിക്നെസ് വേണ്ടത് അതനുസരിച്ചിട്ട് വെള്ളം ചേർത്താൽ മതി. ചൂടുവെള്ളമായിരിക്കും ചേർക്കേണ്ടത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തീ ഹൈയിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തീ കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിള വരട്ടെ. നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാനുണ്ട്. നന്നായിട്ട് തിളച്ച് തുടങ്ങുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നു ഇതിൻ്റെ കൂടെ. പോരാന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഫ്ലെയിം ലോയിലാക്കിയിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ സമയം കൊടുക്കാം എണ്ണ തെളിയാനുള്ളത്. നമുക്കിപ്പോൾ നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എണ്ണ നന്നായി തെളിഞ്ഞിട്ടുണ്ട്. ഗ്രേവിയുടെ തിക്നെസ്സൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇത്രയും മതിയാകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ സമയത്ത് ഉപ്പ് നോക്കാം. പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പ് മതിയാകും. ഞാനിതിൽ ഒരു മിനിറ്റും കൂടെ അടച്ചു വെച്ച് കൊടുത്തിരിക്കുകയായിരുന്നു. തുറന്നു നോക്കാം. പാകമായിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് വരഞ്ഞ് ചേർത്ത് കൊടുക്കാം ഗ്രേവിയിലേക്ക്. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയിൽ ഗ്രേവി പൊതിഞ്ഞിരിക്കുന്ന പാകത്തിനായിരിക്കണം. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് കസൂരി മേത്തി 1/2 ടീസ്പൂൺ എടുത്തിട്ട് കൈവെള്ളയിൽ നന്നായിട്ട് തിരുമ്മി ഒന്ന് യോജിപ്പിച്ച് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് കറിക്ക് ഉണ്ടാകുന്നത് ഇത് ചേർക്കുമ്പോൾ. ഇല്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. കറി ആയിട്ടുണ്ട്. നന്നായിട്ട് കുറുകി നല്ലൊരു മുട്ട കറി ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ മുട്ട ഗ്രേവി ചൂട് ചപ്പാത്തിയുടെ കൂടെ ഒന്ന് സെർവ് ചെയ്യാം.
ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഐറ്റത്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് ചേർന്ന് പോകുന്ന ഒന്നാണ്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ ഗ്രേവി എങ്ങനെയുണ്ടെന്ന് പറയുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലെ നല്ലൊരു വിഭവമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.